Advanced Energy Engineering. Hydro power plant or hydroelectric power plant. Hydropower plants are power plants where hydroelectricity is produced. Hydroelectricity produce ചെയ്യുന്ന പവർ പ്ലാന്റിനെയാണ് നമ്മൾ ഹൈഡ്രോ പവർ പ്ലാന്റ് അല്ലെങ്കിൽ ഹൈഡ്രോഇലക്ട്രിക് പവർ പ്ലാന്റ് എന്ന് പറയുന്നത്. Hydroelectricity is produced from generators driven by turbines that convert the potential energy of falling or fast flowing water into mechanical energy. Flowing വാട്ടറിന്റെയോ ഫാസ്റ്റ് ഫ്ലോയിങ് വാട്ടറിന്റെയോ അതോ ഫാളിംഗ് വാട്ടറിന്റെയോ പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ കൈനറ്റിക് എനർജി യൂസ് ചെയ്ത് ടർബൈൻ റൺ ചെയ്ത് ആ ടർബൈനാൽ ജനറേറ്റർ ഡ്രൈവ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയാണ് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. In 2019, it accounted for more than 18% of the world's total power generation capacity. 2019 കണക്ക് വെച്ചാണെങ്കിൽ ടോട്ടൽ പവർ ജനറേഷന്റെ 18% ഹൈഡ്രോ ഇലക്ട്രിക് പവർ ആണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. This is the layout of a hydroelectric power plant. This is another layer, a top view or a plan of hydroelectric power plant. Now we will discuss different components of a hydropower plant. The first one is storage reservoir. Storage reservoir. It is the basic requirement of a hydroelectric plant. Hydroelectric plant ഏറ്റവും basic ആയിട്ടുള്ള requirement ആണ് storage reservoir എന്ന് പറയുന്നത്. Its purpose is to store water during excess flow periods and supply the same during lean flow periods. ഇത് റെയിനി സീസൺ, അതായത് ഒരുപാട് ഫ്ലോ ഉള്ള ടൈമിൽ, നല്ല റെയിൻ ഉള്ള ടൈമിൽ, എക്സസ് ഫ്ലോ ഉള്ള ടൈമിൽ ഇത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഫ്ലോ കുറവുള്ള ടൈമിൽ, അതായത് ഡ്രൈ സീസണിൽ റെയിൻ ഇല്ലാത്ത സമയത്ത് ഈ സപ്ലൈ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു സ്റ്റോറേജ് റിസർവോയർ യൂസ് ചെയ്യുന്നത്. ഇതിന്റെ യൂസ് എന്ന് പറയുന്നത് നമുക്ക് ടർബൈനിലെ ലോഡ് അനുസരിച്ച്, അതായത് ജനറേറ്ററിലെ ലോഡ് അനുസരിച്ച് ലോഡ് കൂടുന്ന ടൈമിൽ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ലോഡ് കുറയുന്ന ടൈമിൽ ലോഡിനനുസരിച്ച് നമുക്ക് വാട്ടറിന്റെ സപ്ലൈ വേരി ചെയ്യാൻ സാധിക്കും. നമുക്ക് കൂടുതൽ ലോഡുള്ള ടൈമിൽ കൂടുതൽ വാട്ടർ സപ്ലൈ ചെയ്യാം. ലോഡ് കുറവ് ആവശ്യമുള്ള സമയത്ത് കുറച്ച് വാട്ടർ സപ്ലൈ ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതിന്റെ ഒരു ബേസിക് റിക്വയർമെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റോറേജ് റിസർവോയർ യൂസ് ചെയ്യുന്നത്. A reservoir can be either natural or artificial. അത് ആർട്ടിഫിഷ്യൽ ആകാം അല്ലെങ്കിൽ നാച്ചുറൽ ആകാം. A natural reservoir is a lake in high mountains and an artificial reservoir is made by constructing a dam across the river. നാച്ചുറൽ റിസർവോയർ എന്ന് പറയുന്നത് ഒരു ലേക്ക് ആവാം, മൗണ്ടൻ ടോപ്പിലൊക്കെ ഉള്ള ഒരു ലേക്ക് ആവും, അല്ലെങ്കിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ റിസർവോയർ കൺസ്ട്രക്ട് ചെയ്യുന്നതാണ്. ഏതെങ്കിലും ഒരു വാട്ടർ ബോഡിക്ക് ക്രോസ് ആയിട്ട് ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്തുകൊണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ഡാം. എ ഡാം ഈസ് എനി ബാരിയർ ദാറ്റ് ഹോൾഡ്സ് വാട്ടർ. വാട്ടർ ഹോൾഡ് ചെയ്യുന്ന ഒരു ബാരിയറിനെ നമുക്ക് ഡാം എന്ന് വിളിക്കും. ഇറ്റ് പ്രിവെന്റ്സ് ദ വാട്ടർ ഫ്ലോ ടു ഫോം ആൻ ആർട്ടിഫിഷ്യൽ റിസർവോയർ. ആ ഒരു വാട്ടർ ബോഡിയിലുള്ള ആ വാട്ടറിന്റെ ഫ്ലോ പ്രിവെന്റ് ചെയ്തുകൊണ്ട് അതൊരു ആർട്ടിഫിഷ്യൽ റിസർവോയർ, ഒരു ആർട്ടിഫിഷ്യൽ സ്റ്റോറേജ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇറ്റ് ഈസ് ബിൽറ്റ് ടു ഗെറ്റ് എ യൂണിഫോം പവർ ഔട്ട്പുട്ട് ത്രൂ ഔട്ട് ദ ഇയർ. ഒരു യൂണിഫോം പവർ ഔട്ട്പുട്ട്, അതായത് നമ്മുടെ ലോഡ് വേരി ചെയ്യുന്ന അനുസരിച്ച് ഔട്ട്പുട്ട് വേരി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഡാം അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യുന്നത്, ഒരു യൂണിഫോം ആയിട്ടുള്ള ഒരു പവർ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. The function of dam is not only to raise the water surface of the stream to create an artificial head, but also to provide the facility of diversion into conduits. The dam നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ റിസർവോയർ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിന്റെ ഒരു ഹെഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി, അതായത് ഹൈറ്റ് സ്റ്റോർ ചെയ്ത് അതിന്റെ പൊട്ടൻഷ്യൽ എനർജി കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ആൻഡ് ആൾസോ ടു പ്രൊവൈഡ് ദ ഫെസിലിറ്റി ഓഫ് ഡൈവേർഷൻ. അപ്പം ഈ ഡാമിൽ നിന്ന്, അതായത് നമ്മൾ ഈ വാട്ടറിനെ നമ്മുടെ പവർ ജനറേഷൻ യൂണിറ്റിലോട്ട് ഡൈവേർട്ട് ചെയ്ത് വിടണം. അതിന് നമ്മൾ ടണൽസും പെൻസ്റ്റോക്കൊക്കെ യൂസ് ചെയ്യും. അതെന്താണ് നമ്മൾ
അടുത്ത സെക്ഷൻസ് പറയും. അപ്പം അങ്ങനെ ഡൈവേർട്ട് ചെയ്ത് വിടാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഡാം യൂസ് ചെയ്യുന്നത്. ഡാം ഈസ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് ആൻഡ് ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് എ ഹൈഡ്രോ പ്രോജക്ട്. ഒരു ഹൈഡ്രോ പ്രോജക്റ്റിലെ ഏറ്റവും എക്സ്പെൻസീവ് ഇമ്പോർട്ടന്റ് പാർട്ടുമാണ് ഡാം. Next, we will look into some different kinds of dam, different types of dams based on their design and construction. The first one is gravity dam. Gravity dams rely on their own weight to hold back large volumes of water. Gravity dam എന്ന് പറയുന്നത് അതിന്റെ പേരിൽ തന്നെ ഉണ്ട് ഗ്രാവിറ്റി. ആ ഡാം അതിന്റെ വെയിറ്റ് കൊണ്ട്, അതിന്റെ ഗ്രാവിറ്റി കൊണ്ടാണ് വാട്ടറിനെ പിടിച്ചു നിർത്തുന്നത്. അതിന്റെ ഗ്രാവിറ്റി കാരണം താഴോട്ട് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. ആ ഫോഴ്സ് കൊണ്ടാണ് അവിടെ ഒരു ബ്ലോക്കേജ് ക്രിയേറ്റ് ചെയ്ത് ഡാം ആ വാട്ടറിനെ സ്റ്റോർ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ആഷ് ഡാം. ആൻഡ് ആഷ് ഡാം ഈസ് കർവ്ഡ് ഇൻ പ്ലാൻ വിത്ത് ഇറ്റ്സ് കോൺവെക്സിറ്റി ടുവേർഡ്സ് ദ അപ്സ്ട്രീം സൈഡ്. എക്സാമ്പിൾ ഇടുക്കി ഡാം. ആർച്ച് ഡാം എന്ന് പറയുമ്പോൾ ഒരു കർവ്ഡ് ആയിട്ടുള്ള ഡാമാണ്. അതിന്റെ കർവേച്ചർ, അതിന്റെ കോൺവെക്സിറ്റി എന്ന് പറയുന്നത് അപ്സ്ട്രീം സൈഡിലോട്ട്, അതായത് വെള്ളം ഒഴുകി വരുന്ന സൈഡിലോട്ട്, നമ്മുടെ റിസർവോയറിന്റെ സൈഡിലോട്ടാണ് അതിന്റെ കർവേച്ചർ അല്ലെങ്കിൽ കോൺവെക്സിറ്റി എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഇടുക്കി ഡാം. അപ്പം ഈ വെള്ളം വാട്ടർ വരുന്ന കാരണം വാട്ടറിന്റെ പ്രഷർ ആക്ട് ചെയ്ത് ഇതിന്റെ വാട്ടർ പ്രഷർ ഇത് രണ്ട് സൈഡിലോട്ടും ഡൈവേർട്ട് ചെയ്ത് വിട്ട് ഇതൊരു ഹില്ലിനിടയിലായിരിക്കും പ്ലേസ് ചെയ്തേക്കുന്നത്. അപ്പം ആ ഹില്ലിലോട്ട് കറക്റ്റ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് വാട്ടർ ഫ്ലോയെ ബ്ലോക്ക് ചെയ്യും. ബട്ടർസ് ഡാം. A buttress dam is a dam that is supported at intervals on the downstream side by a series of buttresses or supports. ബട്ടർസ് ഡാം എന്ന് പറയുന്നത് ആ ഡാമിന് നമ്മൾ ഡൗൺസ്ട്രീം സൈഡിൽ, അതായത് വെള്ളം നമ്മൾ ഒരു സൈഡത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നു, അവിടുന്ന് അതിന് ഇപ്പുറത്തുള്ള സൈഡ് അതിനെ നമ്മൾ ഡൗൺ സ്ട്രീം എന്ന് പറയുന്നത്. മറ്റേത് അപ്സ്ട്രീം, ദ അതർ സൈഡ് ഈസ് ഡൗൺ സ്ട്രീം. ഡൗൺ സ്ട്രീം സൈഡിൽ ഓരോ ഇന്റർവെൽസിൽ ഓരോ ഗ്യാപ്പ് ഇട്ട് എന്ത് ബട്ടർസ് ഓർ സപ്പോർട്ട് നമ്മൾ കൊടുക്കും. ഡാമിന്റെ സ്ട്രക്ചറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സപ്പോർട്ട് കൊടുക്കും, അല്ലെങ്കിൽ ബട്ടർസ് എന്ന് പറയും. അതുകൊണ്ടാണ് അതിനെ ബട്ടർസ് ഡാം എന്ന് പറയുന്നത്. Next one is catchment area. Whole area behind the dam. ഡാമിന് പിറകെയുള്ള ഹോൾ ഏരിയക്കാണ് നമ്മൾ കാച്ച്മെന്റ് ഏരിയ എന്ന് പറയുന്നത്. അതായത് നമ്മൾ വാട്ടറിന്റെ ചിലപ്പം ഒരുപാട് സ്ട്രീംസ് കാണും, ഈ സ്ട്രീമിനെല്ലാം കൂടെ കളക്ട് ചെയ്ത് അവിടെ സ്റ്റോർ ചെയ്യുന്ന ആ ഏരിയക്കാണ് നമ്മൾ കാച്ച്മെന്റ് ഏരിയ എന്ന് പറയുന്നത്. The next one is trash rack. The function of trash rack is to prevent the flow of debris, sand and fishes to the turbine. ട്രാഷ് റാക്ക് എന്ന് പറയുന്നത് ഒരു റാക്കാണ്. ആ റാക്ക് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡാമിന്റെ ഇപ്പൊ നമ്മൾ പെൻസ്റ്റോക്കിലോട്ടുള്ള വാട്ടർ ഫ്ലോയെ ബ്ലോക്ക് ചെയ്യുന്ന ഡെബ്രി, വേസ്റ്റ്, ട്രാഷ്, സാൻഡ്, ഫിഷസ് ഇതിനെയൊക്കെ ടർബൈനിൽ എത്താതിരിക്കാൻ വേണ്ടി ബ്ലോക്ക് ചെയ്യുന്ന റാക്കിനെയാണ് നമ്മൾ ട്രാഷ് റാക്ക് എന്ന് പറയുന്നത്. This is a photograph of a trash rack. Spillway. This is constructed to act as a safety valve. It discharges the overflow water to the downstream side when the reservoir is full, a condition mainly arising during flood periods. Spillway എന്ന് പറയുന്നത് ഒരു സേഫ്റ്റി വാൽവ് പോലെ ആക്ട് ചെയ്യും. This is a spillway. It discharges the water overflow to the downstream side. അതായത് വാട്ടർ ഓവർഫ്ലോ ആകുമ്പോഴത്തേക്കും, അതായത് ഇതിന്റെ കപ്പാസിറ്റി, ഡാമിന്റെ കപ്പാസിറ്റിയെക്കാട്ടിയും കൂടുതൽ വാട്ടർ ഡാമിന്റെ റിസർവോയറിൽ വരികയാണെങ്കിൽ, ഫ്ലഡിന്റെ ഒക്കെ ടൈമിൽ ഫുൾ ആണെങ്കിൽ നമുക്ക് സ്പിൽവേ വഴി ഈ വാട്ടർ സ്പിൽ ചെയ്ത് കളയാം, വാട്ടർ നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. This is the photograph of a spillway. Surge tank. It is a storage reservoir used to absorb the sudden rises of water pressure as well as to provide extra water during a drop in water pressure. അതായത് നമ്മുടെ ജനറേറ്ററിലെ ലോഡ് കുറയുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യമുള്ള ഇലക്ട്രിസിറ്റിയുടെ എമൗണ്ട് കുറയുമ്പോഴത്തേക്കും നമുക്ക് ടർബൈന്റെ ലോഡും കുറയ്ക്കും. അപ്പൊ ടർബൈന്റെ ലോഡ് കുറയ്ക്കുമ്പോഴത്തേക്കും, ടർബൈനിന്റെ ഗവർണർ യൂസ് ചെയ്ത് നമ്മൾ ലോഡ് കുറയ്ക്കുമ്പോഴത്തേക്കും ഈ പെൻസ്റ്റോക്കിലുള്ള, അതായത് ടണൽ, നമ്മൾ വാട്ടർ കൊണ്ടുപോകുന്ന ആ പൈപ്പ്, ലാർജ് ഡയമീറ്റർ പൈപ്പ്,
അതിനകത്തുണ്ടാവുന്ന വാട്ടർ പ്രഷർ കൂടും. ആ വാട്ടർ പ്രഷർ കാരണം എന്ത് സംഭവിക്കാം, ചിലപ്പോൾ ഈ പെൻസ്റ്റോക്ക് തകരാനുള്ള, അത് ഡാമേജ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ആ പ്രഷർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സർജ് ടാങ്ക് യൂസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ആ പ്രഷർ കൂടുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കുന്നത്, ഇവിടെ നമ്മൾ ലോഡ് കുറയുമ്പോഴത്തേക്കും നമ്മളിവിടെ ഫ്ലോ കൺട്രോൾ ചെയ്യുന്നു. അപ്പോഴത്തേക്ക് ആ പ്രഷർ ഇവിടെ ബിൽഡപ്പ് ആവും, ഈ പെൻസ്റ്റോക്കിൽ ബിൽഡപ്പ് ആവും. അതുവഴി ഈ ഫുൾ പെൻസ്റ്റോക്കിൽ പ്രഷർ ബിൽഡപ്പ് ആവും. അപ്പൊ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സർജ് ടാങ്ക് യൂസ് ചെയ്യും. അപ്പോഴത്തേക്ക് ആ പ്രഷർ കാരണം ഉണ്ടാവുന്നത് ഇവിടെ വാട്ടർ ലെവൽ റൈസ് ആയി അത് ബാലൻസ് ചെയ്യും. അതേപോലെ തന്നെയാണ് ലോഡ് കൂടുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കുന്നു, ഒരുപാട് നമ്മൾ ടർബൈനിലേക്കുള്ള വാട്ടർ ഫ്ലോ ഇൻക്രീസ് ചെയ്യും. ആ ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്നൊരു വാക്വം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. വാട്ടർ ഫ്ലോ പെട്ടെന്ന് വരുമ്പോഴത്തേക്കും ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും സർജ് ടാങ്ക് ഹെൽപ്പ് ചെയ്യും. ആ ടൈമിൽ സർജ് ടാങ്കിന്റെ വാട്ടർ ലെവൽ താഴ്ന്ന് ആ പ്രഷർ ബാലൻസ് ചെയ്യും. This is a photograph of a small surge tank. In this figure, ഇപ്പോൾ ഇതിനകത്ത് നമ്മുടെ ലോഡ് കുറഞ്ഞെന്ന് പറയുമ്പോൾ നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ എമൗണ്ട് നമുക്ക് കുറച്ച് മതി. അപ്പൊ ടർബൈനിലോട്ടുള്ള വാട്ടറിന്റെ ഫ്ലോയും കുറച്ച് മതി. അപ്പൊ നമ്മളത് ഗവർണർ യൂസ് ചെയ്ത് കൺട്രോൾ ചെയ്യുമ്പോഴത്തേക്കും സംഭവിക്കും, ഇവിടെ വരെ വന്ന വാട്ടർ അതിന്റെ ഫ്ലോ കുറഞ്ഞിരിക്കുക. ആ കുറഞ്ഞ കാരണം ഇവിടെ പ്രഷർ ബിൽഡപ്പ് ആവും. ആ പ്രഷർ കാരണം എന്ത് സംഭവിക്കും, സർജ് ടാങ്കിലുള്ള വാട്ടർ ലെവൽ ഇൻക്രീസ്. അപ്പം ലോഡ് കുറയുമ്പോഴത്തേക്കും ഇതിലുള്ള വാട്ടർ ലെവൽ കൂടും. ലോഡ് കൂടുന്നതനുസരിച്ച് താഴോട്ട് വരും. ലോഡ് കൂടുന്നതനുസരിച്ച് എന്ത് സംഭവിക്കും, നമ്മൾ കൂടുതൽ വാട്ടർ കൊടുക്കേണ്ടി വരും. അപ്പോഴത്തേക്കും എന്ത് സംഭവിക്കും, സർജ് ടാങ്കിലുള്ള വാട്ടർ ലെവൽ താഴ്ന്ന് ആ പ്രഷർ ബാലൻസ് ചെയ്യും. ആ എമൗണ്ട് ഓഫ് വാട്ടർ ബാലൻസ് ചെയ്യും. The next one is penstock. It is a closed conduit which connects the reservoir and surge tank to the turbine. Penstocks are built of steel or reinforced concrete. നമ്മുടെ റിസർവോയറിനെയും കൂടാതെ സർജ് ടാങ്കിനെയും നമ്മൾ ടർബൈനിലോട്ട് കണക്ട് ചെയ്യുന്ന കണ്ട്യൂറ്റിനെയാണ് നമ്മൾ പെൻസ്റ്റോക്ക് എന്ന് പറയുന്നത്. അത് സാധാരണ സ്റ്റീൽ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് കൊണ്ടും അത് കൺസ്ട്രക്ട് ചെയ്യാവുന്നതാണ്. Next one is turbine. The function of turbine is to act as a prime mover to convert the potential energy of water into the mechanical energy. ടർബൈൻ്റെ യൂസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. നമ്മുടെ വാട്ടറിന്റെ ഹൈഡ്രോ എനർജിയെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. പവർ ഹൗസ്. The powerhouse accommodates prime mover, generator, accessories and control room, sometimes transformer also. പ്രൈം മൂവർ അതായത് ടർബൈൻ, ജനറേറ്ററും അതിന്റെ കൺട്രോൾ റൂമും ചിലപ്പോൾ സംടൈംസ് ട്രാൻസ്ഫോമറിനെ ഇൻക്ലൂഡ് ചെയ്യുന്ന ടോട്ടൽ ഏരിയയാണ് നമ്മൾ പവർ ഹൗസ് എന്ന് പറയുന്നത്. Draft tube. It is a divergent tube fitted at the exit of runner of turbine and used to utilize the kinetic energy available with the water at the exit of runner. The draft tube at the end of the turbine increases the pressure of the exiting fluid at the expense of its velocity. ടർബൈനിൽ നിന്ന് എക്സിറ്റ് ആവുന്ന ഫ്ലൂയിഡിന്റെ കൈനറ്റിക് എനർജി, അതിന്റെ വെലോസിറ്റിയും കൂടെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് പ്രഷർ വെലോസിറ്റി യൂട്ടിലൈസ് ചെയ്ത്, അതായത് വെലോസിറ്റി റെഡ്യൂസ് ചെയ്ത് അത് പ്രഷർ എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രാഫ്റ്റ് ട്യൂബ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ആ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഫ്ലോ ഒരു സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട്, കൂടാതെ നമ്മൾ ടർബൈൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി. Tail raise. The water, after having done its useful work in the turbine, is discharged to the tail raise, which may lead to the same stream or to another. അതായത് നമ്മൾ ടർബൈനിൽ നിന്ന് വരുന്ന വെള്ളം ഡ്രാഫ്റ്റ് ട്യൂബ് വഴി ടെയിൽ റേസിലോട്ട് പോകും. ഒന്നി ഇത് നമ്മൾ സെയിം സ്ട്രീം തന്നെ ആയിരിക്കും, സെയിം വാട്ടർ ബോഡി ആയിരിക്കും, അല്ലെങ്കിൽ വേറൊരു വാട്ടർ ബോഡി ആയിട്ട് വേറൊരു സ്ട്രീമിലോട്ട് വേണമെങ്കിൽ നമുക്കത് കണക്ട് ചെയ്യാം ഫോർ അതർ പർപ്പസസ്, ഇറിഗേഷൻ എക്സെട്ര.